ഗണിതത്തിന് നമുക്ക് 20 മാർക്കിന്റെ ചോദ്യമാണ് ഉണ്ടാവുക. ഒറ്റപ്പെട്ട വിഷയത്തില് ഏറ്റവും കൂടുതൽ മാർക്ക് കണക്കിന് തന്നെയാണ്. അത് കഴിഞ്ഞാലാണ് മലയാളം ATയും BTയും നമ്മൾ പരിഗണിക്കുന്നത്. നിങ്ങളെ പരീക്ഷയ്ക്ക് 20-ൽ 15-ലധികം നിങ്ങൾക്ക് ലഭിച്ചാൽ യു വിൽ ബി ദ ഗിഫ്റ്റഡ് ചൈൽഡ്. ആ വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും ടോപ്പ് മാർക്ക് ലഭിക്കുന്ന 45 കുട്ടികളിലാണ് നിങ്ങൾ ഉൾപ്പെടാൻ പോകുന്നത്. ഒരു മത്സര പരീക്ഷയിൽ ഏറ്റവും നല്ല പരീക്ഷ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക USS തന്നെയാണ്. 7ാം ക്ലാസ് വരെയുള്ള പഠന നിലവാരമാണ് കുട്ടിയെ ആ USSലൂടെ അളക്കുന്നത്. ഇപ്പോൾ അതിന്റെ പേരൊക്കെ മാറിയിരിക്കുകയാണ്. പുതിയ പേര് വരുന്നതോടുകൂടി നമുക്ക് ഒരു പ്രതീക്ഷ കൂടി വകയുണ്ട്. നിങ്ങളുടെ സ്കോളർഷിപ്പ് തുക വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മക്കള് നന്നായിട്ട് പഠിക്കുക. ഞാൻ വരാൻ സാധ്യതയുള്ള കണക്കിലെ ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ 5th സ്റ്റാൻഡേർഡിൽ നിന്നും 6th സ്റ്റാൻഡേർഡിൽ നിന്നും പഠിക്കുന്ന ഭാഗമാണ് ഫാക്ടേഴ്സ്, ഘടകങ്ങളുടെ എണ്ണം. ഈ ഫാക്ടേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് 1 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. പക്ഷെ 1 മാർക്കിന്റെ ചോദ്യം ലഭിക്കണമെങ്കിൽ നിങ്ങൾ 8 മാർക്കിന്റെ ഫാക്ടേഴ്സിന്റെ വിവിധ ചോദ്യങ്ങൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ഞാനതിന്റെ ഇംഗ്ലീഷ് വേർഷനും മലയാളം വേർഷനും പ്രത്യേകം തരാൻ ചോദ്യങ്ങൾ. ഇതിൽ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുണ്ടാവും, മലയാളം മീഡിയം കുട്ടികളുണ്ടാവും. ഫെർമിൻ ജോസ്, എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ മോനെ? അതെ സാർ, ക്ലിയർ ആണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം വീഡിയോ ഓൺ ചെയ്ത് പറയണം, കാരണം കുട്ടികൾക്ക് അത് പിന്നീട് കാണേണ്ടതാണ്. നെറ്റിന്റെ ഇഷ്യൂ ഒക്കെ ഉള്ള കുട്ടികൾക്ക് പ്രയാസം വരും, അവർക്ക് പിന്നീട് ആ ചോദ്യങ്ങൾ പരിചയപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹൗ മെനി ഫാക്ടേഴ്സ് ഡസ് 6⁻² have? ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു കൊടുക്കണം ഫെർമിൻ ജോസ്. How many factors have 6⁻²? ഞാൻ അതിങ്ങനെ തന്നെ എഴുതാം. 6⁻²ന് എത്ര ഘടകങ്ങൾ ഉണ്ട് എന്നാണ് ആദ്യത്തെ ചോദ്യം. കുട്ടികൾക്ക് മെസ്സേജ് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് മെസ്സേജ് അറിയിക്കാനുള്ള സമയം മെസ്സേജ് ഓൺ ആണ്. അവിടെ ഈ ചോദ്യത്തില് ഈ റെറ്റിംഗ് കൊണ്ട് ഞാൻ നിങ്ങൾക്കത് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. 6⁻²ന് എത്ര ഘടകങ്ങളുണ്ട് എന്നാണ് ചോദ്യം. 6⁻²ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ കുട്ടികൾ കമന്റ് ചെയ്യുന്നുണ്ടോ ഫെർമിൻ ജോസ്? യെസ് സർ, 9 എന്നാണ് കൂടുതലും വരുന്നത്. 9 എന്ന ആൻസർ ശരിയാണ്. നമുക്ക് മക്കളോട് ഒന്നിച്ച് ചോദിച്ചു നോക്കാം. മക്കളെ, നിങ്ങൾക്ക് എത്രയാണ് ആൻസർ ലഭിച്ചത്? അപ്പോൾ ശരിയാണ്, ആൻസർ ശരിയാണ്. 9 കറക്റ്റ് ആൻസർ. ഇത് അറിയില്ലാത്ത കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോളൂ. എപ്പോഴും നിങ്ങളോട് ഘടകങ്ങളുടെ എണ്ണം ചോദിക്കുക ഒരു കോമ്പോസിറ്റ് നമ്പറിന്റെ അല്ലെങ്കിൽ ഭാജ്യസംഖ്യയുടെ മേലെ ഒരു പവർ കൊടുത്തുകൊണ്ടായിരിക്കും. അങ്ങനെ ഭാജ്യസംഖ്യയുടെ മേലെ പവർ കൊടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അടിയില് അഭാജ്യസംഖ്യയായിട്ട് നിങ്ങൾ മാറ്റണം. അപ്പം 6നെ നിങ്ങൾ 2 പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആക്കി മാറ്റുന്നു. നിങ്ങൾക്കറിയാം 2 and 3 are prime numbers. 2 is the least prime number, 2 is the least even number. അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ 2നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിന്റെ പുറത്തേക്ക് ഈ 2നെ കൊണ്ടുവരുന്നു. അപ്പൊ 6⁻² എന്ന് പറയുന്നത് 36 നിങ്ങൾക്കറിയാം. 2 × 3 6 6⁻² എന്ന് കിട്ടുന്നു. ഇതിനെ പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ 2ന് ഒരു പവർ ഉണ്ട് 1, ഈ 3നും ഒരു പവർ ഉണ്ട് 1. ഇവിടെ നമ്മളിപ്പോ അത് എഴുതുന്നത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി 2⁻122 ഇൻറ്റു 3⁻122. അങ്ങനെ പ്രത്യേകം അഭാജ്യ സംഖ്യകളാക്കി നമ്മൾ അതിനെ മാറ്റി.
അതിനുശേഷം ഈ രണ്ടിന്റെ മേലെ ഒരു +1 ചേർത്ത് കൊടുക്കുന്നു. ബിക്കോസ് 1 ഈസ് എ ഫാക്ടർ ഓഫ് ഈച്ച് ആൻഡ് എവരി നമ്പർ. അതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ ഒരു +1 കൊടുക്കുന്നു. അങ്ങനെ 2ന്റെ കൂടെ 1 കൂട്ടിയാൽ 3, 2 3 3 × 3 9 ഫാക്ടേഴ്സ്. നിങ്ങളുടെ ആൻസർ ശരിയാണ്. പക്ഷേ ചിലപ്പോൾ ഈ ചോദ്യം ഒന്നുകൂടി കടന്നു ചോദിക്കാം. എന്താണ് ചോദ്യം വരുന്നത് ശ്രദ്ധിച്ചോളൂ. എങ്ങനെയാണ് ഈ ചോദ്യം വരിക? ഈ 6/2 എന്ന ഈ സംഖ്യക്ക് ഹൗ മെനി ഓഡ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഓഡ് നമ്പേഴ്സ് ആയ ഒറ്റ സംഖ്യ ഘടകങ്ങൾ എത്രയുണ്ട് എന്നാണ് ചോദ്യം. അങ്ങനെയാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഓഡ് നമ്പർ ആയ ഈ പ്രൈം നമ്പറിന്റെ മേലെയുള്ള ഈ സംഖ്യയെ പരിഗണിച്ചാൽ മതി. 2 3 3. അപ്പോൾ നമ്മളോട് ഓഡ് ഫാക്ടേഴ്സ് 3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഫാക്ടേഴ്സ് ആയ 9ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന 6 അത് ഈവൻ ഫാക്ടേഴ്സ് ആണ്, ഇരട്ട സംഖ്യ ഘടകങ്ങളാണ്. നിങ്ങൾ 36 എന്ന 6/2 ഘടകങ്ങൾ ഒന്ന് എഴുതി പരിശോധിച്ച് നോക്കൂ. 1 × 36, 2 × 18. ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഗുണിച്ച് പോയി കഴിഞ്ഞാൽ ഇതിലെല്ലാ ഫാക്ടേഴ്സും നിങ്ങൾ പരിഗണിച്ചാൽ അതിൽ നിങ്ങൾക്ക് ഓഡ് നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നത് 3ഉം ബാക്കി വരുന്നത് 6 എണ്ണം ഈവൻ നമ്പേഴ്സുമായിരിക്കും. ഇനി ഇതിൽ വേറൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഹൗ മെനി പ്രൈം ഫാക്ടേഴ്സ് ഹിയർ? ഫെർമിൻ ജോസ്, ഇതിൽ എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട് മകനെ? 2. കണ്ടോ? ഒരു ചോദ്യത്തിൽ നിന്ന് 2-3 ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കുന്നു, 4 ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കുന്നു. 6/2 എത്ര ഘടകം? ഇവിടെ 6/2 എന്ന സംഖ്യക്ക് നമുക്ക് കണ്ടുപിടിച്ചു 9 ഘടകങ്ങൾ. 6/2 എന്ന സംഖ്യക്ക് ഓഡ് നമ്പറായ ഘടകങ്ങൾ 3 എണ്ണം. 6/2 നിങ്ങൾക്ക് ഈവൻ ഫാക്ടേഴ്സ് അവിടെ നിങ്ങൾക്ക് കണ്ടുപിടിച്ചു 6 എണ്ണം. 6/2 എന്ന സംഖ്യക്ക് നിങ്ങൾക്ക് പ്രൈം ഫാക്ടേഴ്സ് കണ്ടെത്തി, അത് 2 എണ്ണം. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഒരു ചോദ്യത്തിൽ നിന്ന് വരിക. ഞാൻ വേറൊരു ചോദ്യം ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്. ആ ചോദ്യം കൂടി മക്കൾക്ക് നോട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേറൊരു ടോപ്പിക്കിലേക്ക് പോകാം. ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചോദ്യം വരുന്നത് പിടിച്ചോളൂ. 6/2 × 15/3 × 10. ഹൗ മെനി ഫാക്ടേഴ്സ്? നിങ്ങൾക്ക് ചെയ്യാം. ഉത്തരം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. മെസ്സേജും ഇപ്പോൾ ഓൺ ആണ്. നിങ്ങൾക്ക് ഉത്തരം കമന്റ് ചെയ്യാം. അതിന്റെ സമയമാണ്. കുട്ടികൾ ആൻസർ ചെയ്യുന്നുണ്ടോ? ഫെർമിൻ ജോസ്? ഇല്ല സാർ. ഓക്കെ, വരട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. സാർ ഇപ്പൊ ഉത്തരം വന്നു തുടങ്ങി. ഉത്തരം വന്നോട്ടെ. ഇത് വലിയൊരു സംഖ്യയാണ്. 24 അല്ല ഉത്തരം. പല കുട്ടികളും 24 ടൈപ്പ് ചെയ്യുന്നത്. അത് ശരിയല്ല. കേതറിംഗ് ഇന്നുണ്ടോ? കേതറിംഗ് എത്ര? നമുക്ക് അതിന്റെ ആൻസർ കിട്ടിയോ? 120 ആണോ? 120 is the right answer. 120 ആണ്. കേതറിന് ആ 120 കിട്ടിയതൊന്ന് പറഞ്ഞു കൊടുക്കാമോ? വീഡിയോ ഓൺ ചെയ്തിട്ട്. ഓക്കെ സർ. ഓക്കെ, പറഞ്ഞു. 6/2 × 15/3 × 10 ആണ് ക്വസ്റ്റ്യൻ. അപ്പോ ഈ നമ്പേഴ്സിനെയൊക്കെ, ഇതൊക്കെ കോമ്പോസിറ്റ് നമ്പർ ആയതുകൊണ്ട് ഇതിനെയൊക്കെ പ്രൈം നമ്പേഴ്സ് ആക്കി മാറ്റണം. 6നെ നമുക്ക് 2/2 × 3/2 എന്ന് എഴുതാം. അതായത് 2 × 3 (2). പിന്നെ 15നെ 3 × 5 (3). 10നെ 2 × 5 (1) തന്നെയാണ് (1). അതിനുശേഷം 2നെയും 3നെയും 5നെയും സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. 2/2 × 3/2 × 3/3 × 5/3. ഓക്കെ അല്ലേ? ഇൻറ്റു 5 കൂടി ഇല്ലേ സർ? ഇൻറ്റു 5/3 ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ശരി. ഇനി 2/1 ആണല്ലോ 2 എന്ന് പറഞ്ഞാൽ. 5/1. ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ മോളെ. ഈ കുടുംബക്കാരൊക്കെ അകന്ന് കിടക്കല്ലേ?
ഒന്നാക്കണ്ടേ? Yes, sir. 2:2 കുടുംബക്കാരൻ 2:1 ഇവിടെ ഇല്ലേ? Yes, sir. 2:2 എന്ന ഈ 2ഉം ഈ 1ഉം കൂടി കൂട്ടുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. x⁻m into x⁻n സമം x⁻m plus n നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? Yes, sir. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് 2 1 കൂട്ടിയാൽ 3 അല്ലേ? Yes, sir. 3:2 plus 3 എന്ന് 5 നമുക്ക് എഴുതിക്കൂടെ? Yes, sir. Into 5:3 plus 1 4 എന്ന് നമുക്ക് എഴുതിക്കൂടെ? Yes, sir. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു +1 കൊടുക്കണം. കാരണം ഒരു പ്രൈം നമ്പറിന്റെ മേലെ, ഒരു അഭാജ്യ സംഖ്യയുടെ മേലെ ഒരു പവർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഘടകങ്ങളുടെ എണ്ണം കിട്ടാൻ +1 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. 4 into 5 into 4 into 6 into 5 ഇങ്ങനെയല്ലേ ഫെർമിൻ ജോസ്? Yes, sir. 4 into 6 into 5 എന്ന് പറഞ്ഞാൽ 6 5 30, 30നെ 4 കൊണ്ട് ഗുണിച്ചാൽ 120 അല്ലേ? Yes, sir. 120 ആണ്. അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതൊരു വലിയ സംഖ്യയാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സംഖ്യയും ഇപ്പൊ നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. ഈ സംഖ്യക്ക് 120 ഘടകങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. 6:2 into 15:3 into 10 എന്ന സംഖ്യക്ക് 120 ഘടകങ്ങൾ ഉള്ളപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എല്ലാ കുട്ടികളും ഒരേ സ്വരത്തിൽ മറുപടി പറയണം. ഈ 120 ഘടകങ്ങളുള്ള ഈ സംഖ്യക്ക് എത്ര ഓഡ് ഫാക്ടേഴ്സ് ഉണ്ട്? ഒറ്റ സംഖ്യ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? 30, sir. 14. ഫെർമിൻ ജോസ്, Yes. ഈ 120 കിട്ടിയ ടോട്ടൽ ഫാക്ടേഴ്സ് അത് നമുക്കറിയാമല്ലോ. ഈ Yes. ടോട്ടൽ ഫാക്ടേഴ്സ് 120 ആണെങ്കിൽ Yes. മോനെ ഇതിലെ ഓഡ് നമ്പർ ഫാക്ടേഴ്സ് എത്രയുണ്ട്? 40. 40. ഇതെങ്ങനെയാ കിട്ടുന്നത്? ഓഡ് നമ്പേഴ്സ് എടുത്തു. അതിനകത്ത് ഏത് ഓഡ് നമ്പേഴ്സ് തരാം? 3ന്റെ മേലുള്ള 5ന്റെ മേലുള്ള സംഖ്യ എടുത്തു അല്ലേ? ആ അങ്ങനെയാകുമ്പോ എത്ര വരും? 5 into 4 അല്ല 6 into അങ്ങനല്ലേ? 6 into 5 അല്ലേ? 6 into 5 6 into 5 എത്രയാണ്? 30. അപ്പൊ 6 into 5 30 നമുക്ക് ഓഡ് നമ്പർ ഫാക്ടേഴ്സ് കിട്ടിയാൽ ആ 30 120 മൈനസ് ചെയ്താൽ 30 120 മൈനസ് ചെയ്താൽ എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ടാവും? 90 ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം എല്ലാ കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ടോട്ടൽ ഫാക്ടേഴ്സ് 120, ഓഡ് ഫാക്ടേഴ്സ് 30, 90 ഈവൻ ഫാക്ടേഴ്സ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ടോട്ടൽ ഫാക്ടേഴ്സും കണ്ടുകഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈവൻ ഫാക്ടേഴ്സ് കാണാൻ ശ്രമിക്കാവൂ. അല്ലാതെ ഈവൻ നമ്പറിന്റെ മേലുള്ള കൊണ്ട് ചെയ്താൽ പാടില്ല. അതാണ് നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നുകൂടി പറയാം, പഠിക്കണ്ട. അപ്പൊ അതേ സമയത്ത് ഈവൻ ഫാക്ടേഴ്സ് കണ്ടെത്തി. ഇനി നിങ്ങളോട് പ്രൈം ഫാക്ടേഴ്സ് ചോദിച്ചാൽ എത്ര പറയും? ഫെർമിൻ ജോസ്, പ്രൈം ഫാക്ടേഴ്സ് എത്ര പറയും? കാതറിൻ, ഇതിൽ പ്രൈം ഫാക്ടേഴ്സ് എത്രയാണ്? Sir, 3. 3 ആണ്. കാരണം അവിടെ പ്രൈം നമ്പർ 3 തന്നെ. ശരി കാതറിൻ, ഇതൊന്ന് വിവരിച്ചു കൊടുക്കാമോ? കുട്ടികൾ ഒന്നുകൂടി പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് പറയാമോ? Okay, sir. യെസ്, പറയാം. ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കാണാൻ വേണ്ടി ഈ നമ്പേഴ്സിനൊക്കെ പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതണം. 6നെ നമുക്ക് 2 into 3 whole raised to 2 എന്നും 15:3നെ 3 into 5 whole raised to 3 പിന്നെ 10നെ 2 into 5 എന്നും എഴുതാം. അപ്പോ ഇതിലെ പ്രൈം നമ്പേഴ്സ് ആയ 2, 3, 5 എന്നിവയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അപ്പൊ 2നെയൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് എടുത്താൽ നമുക്ക് x⁻m into x⁻n is equal to x⁻m plus n എന്നുള്ള ആ ഒരു ഇത് നമ്മൾ ഇവിടെ ഉപയോഗിക്കണം. അപ്പോൾ 2:2 into 2:1 എന്ന് പറയുന്നത് 2:3 ആയിരിക്കും. ഇൻറ്റു 3:3 into 3:2 3:5 ഇൻറ്റു 5:4. ഇതെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 120 ഫാക്ടേഴ്സ് ആണെന്ന് കിട്ടും. ഇനി ഇതിൻ്റെ അകത്തെ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നെങ്കിൽ ഈ പ്രൈം നമ്പേഴ്സിൽ 3ഉം 5ഉം ആണ് ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ളത്.
അപ്പോ ഇതിന്റെ പവറിനോട് 1 കൂട്ടിയിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടും. അതായത് 3⁵5 ആ 5 + 1 = 6. പിന്നെ 5⁴ + 1 5. സോ 6 × 5 = 30. അപ്പൊ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 30 എന്ന് കിട്ടും. ഇനി ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചോദിക്കുന്നെങ്കിൽ ടോട്ടലിൽ നിന്ന് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ 120 എന്ന് കിട്ടി. അതിന്ന് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയ 30 കുറച്ച് കഴിഞ്ഞാൽ 90 എന്ന് ഈവൻ നമ്പേഴ്സ് നമുക്ക് കിട്ടും. ഇനി ഇതിന്റെ അകത്ത് പ്രൈം നമ്പേഴ്സ് എത്ര ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ 2, 3, 5 എന്നിവയാണ് ഇതിന്റെ അകത്ത് പ്രൈം നമ്പേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 3 പ്രൈം നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഗുഡ്. നല്ല വിവരണമായിട്ടുണ്ട്. ഇനിയും മനസ്സിലാകാത്ത കുട്ടികൾ, നമ്മൾ സമയക്കുറവ് കൊണ്ട് കൂടുതൽ പറയാൻ സമയമില്ല. ഇനിയും മനസ്സിലാകാത്ത കുട്ടികൾ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ ഗ്രൂപ്പിലൂടെ അയച്ചു തരും. കുട്ടികൾക്ക് ആ സമയത്ത് കാണാം. നിങ്ങൾക്ക് എന്തായാലും ഫാക്ടേഴ്സിന് ചോദ്യം ഉണ്ടാവും. ഫാക്ടേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഞാൻ ഹോംവർക്ക് ആയി തരികയാണ്. കുട്ടികൾ അത് അവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ആ ഹോംവർക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നീട് നിങ്ങൾ അറിയിച്ചാൽ മതി അതിന്റെ ആൻസർ. ഹൗ മെനി ഫാക്ടേഴ്സ് ഇൻ രാമാനുജ നമ്പർ? രാമാനുജ നമ്പർ ജർമ്മൻ നമ്പർ എന്നൊക്കെ ആയിപ്പോയിട്ടുണ്ട് ഫർമിൻ ജോസ്, അല്ലേ? നമുക്കത് മാറ്റാം. അത് ഈ സംസാരിക്കുമ്പോൾ ടൈപ്പ് ചെയ്തപ്പോ അങ്ങനെയൊക്കെയാ വരുന്നത്. സാരമില്ല, നമുക്കത് അങ്ങ് ഈ രാമാനുജ നമ്പർ നോക്കാം. കുട്ടികളോട് ഞാൻ ഒന്നടക്കം ചോദിച്ചു നോക്കുന്നു, ഈ രാമാനുജ നമ്പർ ഏതാണ് എന്ന്. ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ അവരോട്. രാമാനുജ നമ്പർ ഏതാണ് എന്ന് മക്കൾ പറയുമോ എന്നൊന്നും എനിക്ക് അറിയണമല്ലോ. മക്കളെ, രാമാനുജ നമ്പർ ഏതാണ്? ശരിയാണ്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ട് രാമാനുജ നമ്പർ 1729 ആണ്. രാമാനുജൻ നമ്പറിന്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ നമ്പർ കൂടി ഞാൻ തരാം. 8686171729. ഈ ക്ലാസ് എടുക്കുന്ന എൻ്റെ മൊബൈൽ നമ്പറാണ്. രാമാനുജ നമ്പർ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതായത് കൊണ്ടാണ് ഞാൻ എൻ്റെ മൊബൈൽ നമ്പറിലെ അവസാനം രാമാനുജ നമ്പറിനെ ചേർത്ത് വെച്ചത്. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ ഏതുമാവട്ടെ കണക്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഉടനെ മറുപടി കിട്ടും. അപ്പോൾ നമുക്ക് രാമാനുജ നമ്പറിന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. മാത്രമല്ല ഇതിലൊരു പ്രത്യേകതയുണ്ട്. രാമാനുജ നമ്പറിന്റെ ഫാക്ടേഴ്സിൽ ഒരൊറ്റ ഈവൻ നമ്പർ ഉണ്ടാവില്ല. എല്ലാ ഫാക്ടേഴ്സും രാമാനുജൻ ഓഡ് നമ്പർ ആയിരിക്കും. അപ്പം ഓഡ് നമ്പർ ഇല്ലാത്ത ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നത്, ഒറ്റ ഓഡ് നമ്പറും ഇല്ലാത്ത സംഖ്യ ഏത് എന്ന് താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് എന്നൊക്കെ ചോദ്യം വന്നാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഈ 1729 എന്ന നമ്പർ എടുക്കേണ്ടതാണ്. 1729 ആണ് രാമാനുജ നമ്പർ. പക്ഷെ അതിന്റെ ഫാക്ടേഴ്സ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: ഇതിനെ നിങ്ങൾക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പിന്നെ 3 കൊണ്ടും പറ്റില്ല. പിന്നെ എന്തുകൊണ്ടാ പറ്റുക ഫർമിൻ ജോസ്? ഏത് സംഖ്യ കൊണ്ടായിരിക്കാൻ പറ്റും? ഏത് സംഖ്യ കൊണ്ടായിരിക്കാൻ പറ്റും? കേന്ദ്രീയ ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റും? രാമാനുജ സംഖ്യയെ പ്രൈം നമ്പർ കൊണ്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 7 കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കിയുള്ളതിനെ നിങ്ങൾ ഏത് പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും എന്ന് എനിക്കറിയണം. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഹോംവർക്ക് രാമാനുജ സംഖ്യക്ക് എത്ര ഘടകങ്ങളുണ്ട്, അതിൽ ഓഡ് ഘടകങ്ങൾ എത്ര, ഈവൻ ഘടകങ്ങൾ എത്ര, പ്രൈം ഫാക്ടേഴ്സ് എത്ര എന്ന് കണ്ടുപിടിച്ചോളൂ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഓക്കെ ഫർമിൻ ജോസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കുക. ആവറേജ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ശ്രദ്ധിച്ചോളൂ.
Average of 7 consecutive counting numbers is 50. What is the largest number? ഒന്ന് വായിച്ച് ഫെർമിൻ ജോസ്. Average of 7. The following the question. ആ question ഒന്ന് വായിച്ച്. The average of 7 consecutive counting number is 50. What is the largest number? The average of 7 consecutive counting number for natural number is 50. What is the largest one? നിങ്ങൾ ഏത് രീതിയിലാണ് കണ്ടതെന്ന് എനിക്കറിയണം. 7 സംഖ്യകൾ ഇങ്ങനെ എഴുതിയിട്ട് 2, 4, 5, 6 7 സംഖ്യകൾ എഴുതിയിട്ട് കൂട്ടി അതിന്റെ ആവറേജ് കണ്ടു 50 എന്ന് തന്നു. പക്ഷെ എങ്ങനെയാ നിങ്ങളിത് കണ്ടെത്തുക എന്നറിയണ്ടേ? ശരി, കുട്ടികൾക്ക് കമന്റ് ചെയ്യാം. എന്താ മെസ്സേജ് അങ്ങ് പോയി പോകുന്നു, കുട്ടികൾക്ക് മെസ്സേജ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. റിയാക്ഷൻ അടിച്ചു നോക്കട്ടെ. കുട്ടികൾക്ക് മെസ്സേജ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, മക്കളെ പറയൂ, എത്രയാണ്? 53. 50 plus 3. 53. എത്രയാണ് കുട്ടികൾ പറഞ്ഞത്? ഫെർമിൻ ജോസ് 53 എന്നാണ് സാർ. 53 ശരിയായ ഉത്തരവാണ്. 53 ശരിയാണ്. കുട്ടികൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ട വഴി പറഞ്ഞു കൊടുക്കട്ടെ കുട്ടികൾക്ക്. ഇത്ര ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത്, ഈ 7 ഇവിടെ തന്നതെങ്കിൽ 7 നിന്ന് 1 അങ്ങ് മൈനസ് ചെയ്യും. 7 നിന്ന് 1 മൈനസ് ചെയ്താൽ എത്രയാണ് കേട്ടറിയും? 6 ആണ്. ആ 6നെ പകുതിയാക്കും. 6ന്റെ പകുതി എത്രയാണ് മോളെ? 3. ഓഹോ, എത്രയാണോ സംഖ്യ തന്നത് അതിൽ നിന്ന് 1 കുറച്ചു, അതിനെ പകുതിയാക്കി 3 കിട്ടി. വലുത് കാണാൻ നമ്മൾ 50ന്റെ കൂടെ 3 അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി, വലുത് കിട്ടിക്കോളും. അപ്പൊ കേട്ടറിൽ ചെറുത് കാണാനോ? 50 minus 3. 50ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. 50ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ എത്രയാണ്? 47. അപ്പൊ ചെറുത് ഇതും വലുതത്ര. ഇനി ഇതേ സമയത്ത് ടോട്ടൽ ചോദിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറയാം. അങ്ങനെയും വരാലോ ചോദ്യം. എങ്ങനെ വരാം? ശ്രദ്ധിച്ചോളൂ. ആ ചോദ്യവും വരാൻ സാധ്യതയുണ്ട്, കാരണം അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. Five consecutive natural number is 1, 2, 5. Which is the smallest number? അതൊന്ന് വായിച്ചേ. The sum of. അവിടെ ചെറിയൊരു പ്രശ്നം പറ്റിക്കണ്ടേ. സം ഓഫ് 5 എന്നാണ്. മലയാളത്തിൽ പറയാം. കുട്ടികൾക്ക് എന്റെ പ്രശ്നം ടൈപ്പ് ചെയ്താൽ മലയാളത്തിൽ ദ സം ഓഫ് 5 കോൺസിക്യൂട്ടീവ് എന്ന വാക്കുകൂടെ പറഞ്ഞിരുന്നു. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 125 വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ എന്നാണ് ചോദ്യം. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 125 ആയാൽ അവയിൽ ചേർത്തേതാണ്. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 125 ആയാൽ ആ എണ്ണൽ സംഖ്യയിൽ ചെറുതേതാണ് എന്നാണ് ചോദ്യം. ഇവിടെയുള്ള സംഖ്യ ഏതാണ്? ചിലപ്പോ ഇവിടെയുള്ള സംഖ്യ ചോദിക്കും, വലുത് ചോദിക്കും. നിങ്ങൾ എങ്ങനെയാണ് ഈ ആൻസർ ചെയ്യുന്നത് എന്ന് എനിക്കറിയണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുട്ടികളെ ക്ലാസ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ തന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. ആ സമയത്ത് ആ പ്രശ്നം ഞാൻ ക്ലിയർ ചെയ്യും. നിങ്ങളുടെ ഫോണിന്റെ പ്രശ്നമാണെങ്കിൽ എന്നെ വിളിക്കരുതേ. നിങ്ങൾക്ക് നെറ്റോ കാര്യങ്ങളോ ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കരുത്. അല്ലാതെ എന്റെ ഭാഗത്തുള്ള എന്തെങ്കിലും പ്രശ്നം എന്നെ ഇതിൽ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇവിടെ മറുപടി പറഞ്ഞു. അപ്പൊ ശരി, നമുക്ക് ഈ കുട്ടികളോട് ഇതിന്റെ ആൻസർ ചോദിച്ചു നോക്കാം.
എങ്ങനെയാണ് അവിടെ? അമ്മേ എന്തെല്ലോ പറഞ്ഞു പോയിട്ടുണ്ട്. ശരി, നമുക്ക് നോക്കാം. നിങ്ങൾ എന്ത് കണ്ടുപിടിച്ച് ശരി തന്നെയാണ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിച്ചതെന്നാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ടാകുക 125 ടോട്ടലിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയ 25 അങ്ങോട്ട് മാറ്റി വെച്ചു. അതെനിക്കറിയാം. അത് മിഡിൽ നമ്പറാണ്, ഈ നടുക്കുള്ള നമ്പറാണ്. ശരി, ഇനി ചിലപ്പോൾ പുറകോട്ട് നടന്നിട്ടുണ്ടാവാം ചെറുത് കണ്ടുപിടിക്കാൻ. എന്തിന് പുറകോട്ട് നടക്കുന്നു? പുറകോട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടോ കാതറിൻ? പുറകോട്ട് നടക്കണോ ഇത് കണ്ടുപിടിക്കാൻ? എന്താ ചെയ്യേണ്ടത്? 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞോണ്ട് 5 മൈനസ് 4 5 നിന്ന് കുറച്ചെത്തിയ മോളെ 4. ആ 4 പകുതിയാക്കി എത്ര ഉണ്ടാവും? 2. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 25 നിന്ന് 2 അങ്ങോട്ടങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 23. ഇനി 25 2 കൂട്ടിയാലോ? 27. ഇങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. അത് കുറെ സംഖ്യ ഉണ്ടാവും, നിങ്ങൾക്ക് അത് എളുപ്പം കിട്ടും എന്ന് എനിക്കറിയാം. പോകാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നാളെ നിങ്ങൾ ഈ പരീക്ഷ മോഡൽ പരീക്ഷ എഴുതുന്നെങ്കിൽ അതിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പരിചയപ്പെടുത്തുന്നത്. 5ാം ക്ലാസ്സിലാണ് ആ ചോദ്യത്തിന്റെ ആരംഭം എന്ന് എനിക്ക് തോന്നുന്നു. ചോദ്യം ശ്രദ്ധിക്കുക. How many zeros will be there at the end of the answer obtained by multiplying counting numbers from 11 to 40 inclusive? എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് വായിച്ച പോലെ. How many zeros will be there at the end of the answer obtained by multiplying counting numbers from 11 to 40 inclusive? മലയാളം ഞാൻ അവിടെ എഴുതി കൊടുക്കാം. എന്നാ പ്രശ്നമില്ലല്ലോ മലയാളം മീഡിയക്കാർക്ക്. 11 മുതൽ 40 വരെ ഉള്ള എണ്ണൽ സംഖ്യ എന്നാൽ 11 40 ഉൾപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. 11 മുതൽ 40 ഉൾപ്പെടെയുള്ള എണ്ണൽ സംഖ്യകൾ ഗുണിച്ചാൽ, മൾട്ടിപ്പിൾ ചെയ്താൽ, അതിനിവിടെ മൾട്ടിപ്പിൾ ഉപയോഗിച്ചിട്ടുണ്ട്. 11 into 12 into 13 into 40. 11 മുതൽ 40 വരെയുള്ള സംഖ്യകൾ തമ്മിൽ തുടർച്ചയായിട്ട് ഗുണിച്ചാൽ അതിൽ അവസാനം എത്ര 0 ഉണ്ടാവുന്നതാണ് ചോദ്യം. ആ ചോദ്യം ഒന്ന് വിവരിച്ചു കൊടുക്കൂ. ചോദ്യം മാത്രം ഒന്ന് പറഞ്ഞു കൊടുക്കൂ ഫെർമിൻ ജോസ്. How many zeros will be there at the end of the answer obtained by multiplying counting numbers from 11 to 40? എന്താണ് പറഞ്ഞതിന്റെ മലയാളം? 11 മുതൽ 40 വരെ ഗുണിക്കുമ്പോൾ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടാവാം? ഉണ്ടാവാം നല്ല ഉണ്ടാവും. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഫെർമിൻ ജോസ്. ഉണ്ടാവാം എന്ന് പറഞ്ഞാൽ കുട്ടികൾ സംശയത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ട്രെസ്സിങ് വരുന്നുണ്ട് അല്ലേ? ശരി, എത്രയാ കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നത്? 7 എന്നാണ് സാർ. 7 എന്നുള്ള ഉത്തരം അബ്സല്യൂട്ട്ലി റൈറ്റ്, ശരിയായ ആൻസറാണ്. എന്താ സംശയം? 7 എന്നുള്ള ശരിയായ ആൻസറാണ്. മക്കൾ കൂടെ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. 1 into 2 into 3 into 4 into 5. 1 മുതൽ 5 വരെ ഗുണിക്കുമ്പോൾ ആണ് 0ത്തിന്റെ ഉത്ഭവം തുടങ്ങുന്നത്. കണ്ടോ? 120. ഈ 0ന് ഉത്തരവാദികൾ ആരൊക്കെയെന്നറിയോ ഫെർമിൻ ജോസിന്? യെസ് സാർ. ആരൊക്കെയാ? 2 ഉം 5 ഉം.
2ഉം 5ഉം കയറി വരുന്നിടത്തില് അല്ലെങ്കിൽ 4ഉം 5ഉം 4 നമുക്ക് 2 2 എഴുതാലോ. അപ്പൊ 2ഉം 5ഉം വരുന്നിടത്തിൽ 0 വരികയാണ്. അപ്പൊ ഓരോ 5 വരുമ്പോഴാണ് 0യുടെ ഉത്ഭവം. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം 1 × 2 × 3 × അങ്ങനെ 10 വരെ ഗുണിച്ചാൽ നിങ്ങൾക്ക് 2 0 കിട്ടുന്നത്. 10നെ അവസാനം കാണുന്ന 10നെ 5 പ്രാവശ്യം വരുമ്പോഴാണല്ലോ ഈ 0 വരുന്നതെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ എത്ര 5 ഉണ്ട് നോക്കിയാൽ മതി. ഇപ്പൊ 2 5 10, അപ്പൊ 2 0. 15 വരെ ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് 15 ഡിവൈഡഡ് ബൈ 5 3 0. പക്ഷെ അവിടെ 25 വരെ ഗുണിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. 25 വരെ ഗുണിക്കുമ്പോൾ 1 to 25 വരെ ഗുണിക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷയം എന്താന്ന് പറഞ്ഞാൽ ആ 25നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു നിങ്ങൾക്ക് 5 കിട്ടി. 5 × 5 25 ആണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അവിടെ 5 0 അല്ല മക്കളെ ഉണ്ടാവുക. 5 0 അല്ല. കാരണം ഈ കിട്ടിയ 5നെ വീണ്ടും നിങ്ങൾക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. അങ്ങനെ വരുമ്പോൾ 1 5 5 1 അവിടെ വീണ്ടും കിട്ടുന്നു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് 5 1 6 0 ഉണ്ടാവും. അപ്പൊ 1 മുതൽ 25 വരെ ഗുണിക്കുമ്പോൾ 6 0 ഉണ്ടാവും. അതിന്റെ കാരണക്കാരൻ ആരാന്ന് പറയാം, 24ഉം 25ഉം കയറി വരുന്നുണ്ടല്ലോ. 24 നിങ്ങൾ 25 ഗുണിച്ച് നോക്കിയാൽ മതി എത്ര 0 വരുന്നുണ്ട്. ശരി, ഇനി ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളോടുള്ള ചോദ്യം 11 മുതൽ 40 വരെയാണ്. അത് നിങ്ങൾക്കറിയാം. 11 മുതൽ 40 വരെയുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ എത്ര 0 ഉണ്ട് എന്നറിയാൻ ഒരു വഴി എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 മുതൽ 40 വരെ ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 40നെ നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 8 5 40. 8 5 40. അപ്പൊ ഞാൻ പറഞ്ഞു 8 0 അല്ല എന്ന് പറഞ്ഞു. കാരണം ഈ 8നെ 5 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പൊ 1 5 5. അപ്പൊ 8 1 9 0 നമുക്ക് 1 മുതൽ 40 വരെ ഗുണിച്ചാൽ കിട്ടും എന്ന് വ്യക്തം. പക്ഷേ നമ്മളോട് ചോദിച്ചത് 11 മുതൽ 40 വരെയാണ്. അപ്പൊ നമുക്ക് 1 മുതൽ 10 വരെയുള്ള സീറോസ് വേണ്ട. അപ്പൊ 1 മുതൽ 10 വരെ സീറോസ് എത്ര ഉണ്ടാവും നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് 2 സീറോസ്. അപ്പൊ 9 2 കുറച്ചാൽ 7. മക്കൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ യെസ് എന്ന് ഉറക്കെ പറയാം. ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരും. ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. മക്കൾക്ക് ഇരുന്ന് കാണുകയും ചെയ്യാം. കിട്ടാത്ത കുട്ടികൾക്ക് എന്നെ ഒന്നുകൂടി വിളിച്ചാൽ മതി. പറഞ്ഞത് എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞത്. അതുകൊണ്ട് അതിൽ പേടിക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയായി. സ്ക്വയർ നമ്പേഴ്സിന്റെ കാര്യത്തിൽ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോദ്യം, ഈ വർഷത്തെ ഇഷ്ടപ്പെട്ട ചോദ്യം, അതൊരു വരയിലൂടെയാണ് ഞാൻ പോകുന്നത്. നിങ്ങൾക്കും വരയ്ക്കാം, എന്റെ കൂടെ തന്നെ വരയ്ക്കാം. പെൻസിലും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നതാണ്. വരയ്ക്കുന്നത് പെൻസിൽ കൊണ്ടൊക്കെയാണ് നല്ലത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ എടുത്തിട്ട് ഒരു വരയ്ക്കാം. പറ്റുമെങ്കിൽ കോമ്പസ് കയ്യിലുണ്ടെങ്കിൽ ഒരു സർക്കിൾ വരയ്ക്കേണ്ട കാര്യം വരുന്നുണ്ട്. അപ്പൊ മക്കൾക്ക് പറ്റുമെങ്കിൽ കോമ്പസ് എടുത്ത് വെക്കാം. ഇനി അതിനിടയ്ക്ക് റെസ്റ്റോ കാര്യങ്ങളോ 5 മിനിറ്റ് വേണമെങ്കിൽ അതുമാവാം, ഒരു വിരോധവും ഇല്ല. എന്താ ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ, റെസ്റ്റ് പോകണം ചോദിച്ചു നോക്കട്ടെ. മക്കളെ ഒരു ബ്രേക്ക് നിങ്ങൾക്ക് വേണം. ഒരു സർക്കിൾ വരച്ച ഒരു സർക്കിൾ വരച്ച എല്ലാവരും കേട്ടറിയാം. സർക്കിൾ വരച്ചോ മോളെ? അപ്പൊ സർക്കിൾ വരച്ചു കഴിഞ്ഞാല് കേട്ടറിയാൻ നമുക്കൊരു കാര്യം ചെയ്യാം. ആ സർക്കിളിന്റെ ഇടയിലൂടെ സർക്കിളിന്റെ സെന്ററിൽ നമുക്ക് ഒരു ബിന്ദു അടയാളപ്പെടുത്തിട്ട് അവിടെ O എന്ന് പേര് കൊടുക്കാം. കൊടുത്തോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ സെന്ററിൽ കൂടെ നീട്ടി ഒരു വര വരയ്ക്കുകയാണ്. ആ വരയ്ക്ക് നിങ്ങളൊരു പേര് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അത് ഡയമീറ്റർ. പറയാനൊക്കെ ഇത്ര മടി പോലെ. ശരി. ഇനി അതിന് ക്ലോസ് ചെയ്തിട്ട് വേറൊന്നും ഞാൻ വരയ്ക്കുകയാണ്.
വരച്ചു ഒക്കെ മിഡിൽ കൂടി പോയതെല്ലാം മനസ്സിലായിക്കൂടി തൽക്കാലം. എന്തൊക്കെയാണ് പെർമിൻ ജോസഫ് ഞാൻ ചെയ്തു വെച്ചത്? സാർ 2 ഡയമീറ്റർ വരച്ചു, ഒരു സർക്കിൾ വരച്ചിട്ട്. സർക്കിൾ വരച്ചിട്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോളാം, ശരിക്കും ശ്രദ്ധിക്കണം എല്ലാവരും. ഞാൻ ഇവിടുന്ന് ഈ സെന്ററിൽ നിന്ന് ഒരു 4 സെന്റിമീറ്റർ വിട്ടിട്ട് ഒരു ബിന്ദു അടയാളപ്പെടുത്തി, ഒരു 3 സെന്റിമീറ്റർ വിട്ടിട്ട് ഇവിടെയും ഒരു ബിന്ദു അടയാളപ്പെടുത്തി എന്ന് വിചാരിക്കുക. കുറച്ചിങ്ങോട്ട് വരാം. ഒരു 4 സെന്റിമീറ്റർ വിട്ടിട്ട് ഇവിടെ അടയാളപ്പെടുത്തി, ഒരു 3 സെന്റിമീറ്റർ ഇവിടെ അടയാളപ്പെടുത്തി. ഇതൊന്ന് പ്രത്യേകം ഒന്ന് വരയ്ക്കുകയാണ്. നമുക്കത് ഇങ്ങനെ ഒരു സംഭവം വരച്ചു. ഈ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് 4 സെന്റിമീറ്റർ ആണ്. എത്ര സെന്റിമീറ്റർ ആണ്? 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്റർ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം 3 സെന്റിമീറ്റർ ആണ്. ശരി, ഇവിടെയൊക്കെ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു ലൈൻ കൊടുക്കുക. അത് ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ദിസ് ഫിഗർ O is the center of the circle. ഇത് ഇതിന്റെ സെന്റർ ആണ് O. അത് മനസ്സിലായി. നിങ്ങളോടുള്ള ചോദ്യം, ഈ വൃത്തത്തിന്റെ റേഡിയസ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആരം എത്ര സെന്റിമീറ്റർ ആണ്? ഈ വൃത്തത്തിന്റെ ആരം എത്ര സെന്റിമീറ്റർ ആയിരിക്കും? നിങ്ങൾക്ക് തന്നിരിക്കുന്ന അളവുകള് ഇവിടം വരെയുള്ളത് 4 തന്നിട്ടുണ്ട്, ഇവിടം വരെയുള്ളത് 3 തന്നിട്ടുണ്ട്. ഇത്രയും അളവുകളാണ് നിങ്ങൾക്ക് തന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആരം എത്രയായിരിക്കും എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രതികരിക്കാം. അപ്പൊ പ്രതികരിക്കാൻ എല്ലാം ഓഫായി പോയി, അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതിലൊരു പ്രശ്നമില്ല. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്, അതാണ് ഞാൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞത്. ഈ ബേസ് 3-ഉം ഇവിടെയുള്ള ആൾട്ടിറ്റ്യൂഡ് 4-ഉമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മട്ടത്രികോണത്തിന്റെ വശങ്ങളെ പറ്റി പഠിച്ചപ്പോൾ ഈ ബേസ് 3-ന്റെ സ്ക്വയറും ഈ 4-ന്റെ സ്ക്വയറും തമ്മിൽ ആഡ് ചെയ്യും. 3 square is 9, 4 square is 16. 9 plus 16 is equal to 25 ആണെന്ന് നിങ്ങൾക്കറിയാം. ആ 25-ന്റെ സ്ക്വയർ റൂട്ടായ 5 ആയിരിക്കും ഈ കർണത്തിന്റെ വശം, അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ്. ഈ ഹൈപ്പോട്ടന്യൂസ് 5 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് 5, ഇവിടെ ഇങ്ങോട്ടുള്ള ഈ വര 5 ആണെങ്കിൽ പിന്നെ നിങ്ങളോട് ഞാൻ പറയുന്നു, ഇവിടെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന റേഡിയസ് എങ്ങനെ 5 ആകും എന്നൊരു ചോദ്യം നിങ്ങൾ അവശേഷിക്കുകയാണ്. അതിന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം എന്താന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് ഇതിന്റെ ഡയഗണൽ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നമുക്കൊരു ഡയഗണൽ വരയ്ക്കാമല്ലോ വികരണം. ഇവിടുന്ന് അങ്ങോട്ട് വരയ്ക്കുന്നത് കറക്റ്റ് റേഡിയസ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 5 ആണെങ്കിൽ ഇതും 5 ആയിരിക്കും എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ യെസ് എന്ന് പറയാം. ഇവിടെ സർക്കിളില് ഒരു നമുക്ക് ഡയമീറ്ററിൽ ഒരു വശം 4 സെന്റിമീറ്റർ എന്നും മറ്റേ ബേസ് 3 സെന്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോ ആ ട്രയാങ്കിളിന്റെ ബേസും ആൾട്ടിറ്റ്യൂഡും കിട്ടുകൊണ്ട് തന്നെ അതിന്റെ ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആയിരിക്കും ചെയ്യേണ്ടത്. നമുക്ക് 25 കിട്ടി. ആ 25ന്റെ റൂട്ട് 5 ആയിരിക്കും. അപ്പൊ അതിന്റെ ഹൈപ്പോട്ന്യൂസ് 5 ആയിരിക്കും. അപ്പോ ഹൈപ്പോട്ന്യൂസും റേഡിയസും ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പം ചെരിച്ച് വരച്ചപ്പോൾ നമുക്ക് 5 കിട്ടിയത്. ഇനി അതിനെ തിരിച്ച് മറ്റേ സൈഡിലേക്ക് തന്നെ വരയ്ക്കുകയാണെങ്കിലും അത് നമുക്ക് കറക്റ്റ് ഒരു റേഡിയസ് ആയിട്ട് തന്നെ കിട്ടും. അത് 5 ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ആൻസറും 5 തന്നെ ആയിരിക്കും. ആൻസറും 5 തന്നെയായിരിക്കും.
ശരി, നമുക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് ആവുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കുറച്ചുകൂടി മുന്നോട്ട് പോകാം. നാളെ നിങ്ങൾക്ക് മോഡൽ പരീക്ഷ ഉണ്ട്, അതിനുള്ള വിഭവങ്ങൾ നിങ്ങൾക്ക് ഒരുങ്ങേണ്ടതുണ്ട്. 27-ാം തീയതി നമ്മൾ പരീക്ഷ നടക്കുന്നുണ്ട്. ഈ റിസൾട്ട് അറിയുന്ന ദിവസം 2 മാസം കഴിഞ്ഞ റിസൾട്ട് വരും. ആ സമയത്ത് മക്കൾക്ക് ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഒരു നല്ല റിസൾട്ട് ആയിട്ടാണ് വരിക. കാരണം കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതോടെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് വരും. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ എല്ലാവരും കാണാം. നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുകയും ക്വസ്റ്റ്യൻസോ ക്ലാസ്സുകളോ കാണണമെങ്കിൽ മക്കൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കും. ലേഡർ USS എന്ന യൂട്യൂബ് ചാനലിലും നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനി നിങ്ങളുടെ സംശയങ്ങൾ അയക്കേണ്ട ഫോൺ നമ്പർ 86861717 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അയച്ചു തരുന്നതാണ്. നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് ആവാം. പ്രസാദ് സാറെ നമുക്കൊരു ബ്രേക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ സാറേ, ഓക്കെ. ബിജു സാറ് പോയോ ഇതിൽ നിന്ന്? ബിജു സാർ ഉണ്ടോ? പോയിട്ടുണ്ടാവും അല്ലേ? ലീവ് ചെയ്തിട്ടുണ്ടോ? ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മക്കൾക്ക് ഒരു 5-10 മിനിറ്റ് ഒരു ബ്രേക്ക് കൊടുത്തിട്ട് വീണ്ടും കയറട്ടെ അവരല്ലേ? ഇപ്പം തന്നെ 50ഓളം കുട്ടികളുണ്ട് സാറേ കേട്ടോ. അതെ. ശരി, അപ്പോ അവര് ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക്, ആ ബ്രേക്കിന് ശേഷം മക്കൾ വീണ്ടും വന്നോളൂ. ഓക്കെ, എന്ത് പറയുന്നത്? ഓക്കെ അല്ലേ? 33 into 444 into 7,777 divided by 5,555 into 88 into 999. ഇത് സിംപ്ലിഫൈ ചെയ്താൽ സിംപ്ലിഫൈഡ് ഫോം എന്തായിരിക്കും? മലയാളത്തിൽ അതിന് പറയാൻ ലഘൂകരിച്ചാൽ എത്ര എന്നാണ്. അതിന് ഓപ്ഷൻസ് 49/81 ഉണ്ട്, 9/25 ഉണ്ട്. മോനെ കാണുന്നുണ്ടോ? അത് കാണുന്നുണ്ട് സാർ. കാതറിൻ പോയോ? ഇല്ല സാർ. 21/45 ഉണ്ട്. ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന കുട്ടികൾ ഏപ്രിൽ 1 ശേഷം നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് NMMSയുടെ ക്ലാസ്സുകളൊക്കെ ലഭിക്കും. താല്പര്യമുള്ള കുട്ടികൾ നേരത്തെ ബന്ധപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഈ ചോദ്യം ഒന്ന് വായിച്ച കേതറിൻ. 33 into 444 into 7,777 divided by 5,555 into 88 into 999. അതെന്താ ചെയ്യുന്നത്? സിംപ്ലിഫൈ ചെയ്യാനാണ് അല്ലേ? Yes, sir. കുട്ടികൾ സിംപ്ലിഫൈ ചെയ്യട്ടെ. ശരി, കുട്ടികള് കമന്റ് ചെയ്തിട്ടുണ്ടോ മോളെ? Yes, sir. 7/30 അല്ലേ കമന്റ് ചെയ്തത് കുട്ടികള്? Yes, sir. 7/30. 30 ആൻസർ ശരിയാണ് മോളെ. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ 33നെയും 88നെയും പരിഗണിക്കുക. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2നെയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്പിൾ ചെയ്യുകയോ ചെയ്യാം. പക്ഷെ ഒരേ സംഖ്യ ആയിരിക്കണം, 0 അല്ലാത്ത. അപ്പൊ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 11 33, 8 11 88 കിട്ടും. പിന്നെ 444നെ നിങ്ങൾക്ക് 111 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ
അവിടെ 11 കൊണ്ടല്ല 111 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ അവിടെ 4 കിട്ടും. അതേ സമയത്ത് 999 111 ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. ഇവിടെ അങ്ങനെയാണെങ്കിൽ കാതറിൻ 7770 ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1111. 1111 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 7 കിട്ടും. അപ്പൊ ഇവിടെ എത്ര കിട്ടും മോളെ? 5. അപ്പൊ നമുക്ക് മേലെയുള്ള സംഖ്യകളെ നോക്കാം. 3 × 4 × 7 ബൈ 5 × 8 × 9 എന്ന് ലഭിക്കുന്നു. ഇനി നമ്മളെ ജോലി കഴിഞ്ഞു. 3 3-ൽ ഒരു പ്രാവശ്യം, 9-ൽ 3 പ്രാവശ്യം, 4 4-ൽ ഒരു പ്രാവശ്യം, 8-ല് 2 പ്രാവശ്യം കഴിഞ്ഞല്ലോ. 1 × 1 × 1. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1 × 1 × 7 കിട്ടുന്നു 7 ബൈ 2 × 3 × 5 കിട്ടുന്നു 6 5 30. 7 ബൈ 30 ഓപ്ഷൻ ഉണ്ടോ മോളെ? ഉണ്ട് സർ. മോളാന്ന് വിവരിച്ചു. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 33 × 444 × 7. ഇവിടെ ക്വസ്റ്റ്യൻ 33 × 444 × 7777 ഡിവൈഡഡ് ബൈ 5555 × 88 × 999 ആണ്. അപ്പോ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിനെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്ക് ആക്കണം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം 33-നെയും 88-നെയും നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ആക്കാൻ പറ്റും. 33-നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്നും 88-നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 എന്നും കിട്ടും. അതുപോലെ തന്നെ 444-നെ 111 കൊണ്ട് നമുക്ക് ഡിവൈഡ് ആക്കാം. അപ്പം ആൻസർ 4 എന്നും അടിയിലുള്ള 999-നെ 111 വെച്ച് ഡിവൈഡ് ചെയ്താൽ 9 എന്നും കിട്ടും. ഇനി 7777-നെ നമുക്ക് 1111 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആൻസർ 7 കിട്ടും. പിന്നെ 5555-നെ 1111 വെച്ച് ചെയ്താൽ 5 എന്നും കിട്ടും. അപ്പൊ നമുക്കിവിടെ 3 × 4 × 7 ഡിവൈഡഡ് ബൈ 5 × 8 × 9 എന്ന് കിട്ടി. ഇതിനെ ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതായത് 3 9-ല് ഒരു പ്രാവശ്യം പോകും. അപ്പം 9-നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. 3-നെ ഡിവൈഡ് ചെയ്താൽ 1 എന്നും. അതുപോലെ 4-നെ 8-നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1/2 എന്ന് കിട്ടും. പിന്നെ അപ്പൊ ബാക്കിയുള്ളത് 7/5 × 2 × 3 ആയിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7/30 എന്ന് കിട്ടും. 7/13 കിട്ടും. ഇത്തരം ചോദ്യങ്ങളൊന്നും വരാൻ സാധ്യതയുണ്ട്. ആ ചോദ്യങ്ങളും മക്കൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് വേറൊരു തരത്തിലുള്ള ചോദ്യം പരിചയപ്പെടാം. ആ ചോദ്യം എന്താണെന്ന് നോക്കാം. ഞാനത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ ട്രയാങ്കിളായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. അത് വരുന്ന സമയത്ത് നിങ്ങളോട് 2-3 രീതിയിൽ ചോദ്യങ്ങൾ വരും. അതിലൊരു ചോദ്യം ഇതാണ്: ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ തരും. പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ ഈസ് 30. പെരിമീറ്റർ എന്നാൽ ചുറ്റളവാണ്. ഒരു ട്രയാങ്കിളിന്റെ ചുറ്റുമുള്ള അളവ് 30 ആണ് തന്നെങ്കിൽ, 30 ആണെങ്കിൽ അതിൽ ഒരു വശത്തിന്റെ അളവാകാൻ സാധ്യതയുള്ള ഏതെന്നുള്ള ചോദ്യം വരും. അപ്പൊ അവിടെ നിങ്ങൾക്ക് 18, 19, 20, 12 എന്നൊക്കെയാണ് കൊടുത്തതായിരിക്കാം. അപ്പൊ എപ്പോഴും ഒരു വശത്തിന്റെ അളവാകാൻ സാധ്യതയുള്ള സംഖ്യ 12 ആയിരിക്കും. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഈ പെരിമീറ്ററിന്റെ, അതായത് 30-ന്റെ പകുതിയിൽ കുറവാണ് പാടുള്ളത്. 30-ന്റെ പകുതിയിൽ എന്ന് പറഞ്ഞാൽ 15 ആണ്. 15-ൽ കുറവുള്ള സംഖ്യയാണ് നിങ്ങൾ പിടിക്കേണ്ടത്. വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ട്രയാങ്കിൾ ആകണമെങ്കിൽ നിങ്ങൾക്ക് 2 അളവുകൾ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇപ്പം ഈ ട്രയാങ്കിൾ നോക്കിക്കോളൂ. ഇവിടെ ഈ ട്രയാങ്കിള് നിങ്ങൾക്ക്
രണ്ടളവുകൾ ഇപ്പൊ ഇവിടെ 4ഉം ഇവിടെ 3ഉം ആണ് വിചാരിക്കുക. 4 3 ആയാലും ശരിക്കും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവും. 4 3 ആയാലും ഇത് എന്തായാലും 5 എടുത്താൽ. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ബന്ധം വേണം. 4ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ തുല്യമാവണം. അപ്പൊ ചോദ്യം വരും, താഴെ കൊടുത്തിരിക്കുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവുന്ന അളവുകൾ ഏതും ചോദിക്കും, അല്ലാത്തതും ചോദിക്കാം. അതേ സമയത്ത് ട്രയാങ്കിൾ ആകണമെങ്കിൽ 2 അളവുകൾ കൂട്ടിയാൽ ഇപ്പം 8ഉം 7ഉം 15. ഇവിടെ നിങ്ങൾക്ക് 3ാമത്തെ അളവിനേക്കാൾ കൂടുതൽ കിട്ടണം. അപ്പൊ മക്കൾ പറയൂ, ഇവിടെ 3ാമത്തെ അളവാകാൻ ഞാൻ ഏത് സംഖ്യ കൊടുത്താലാണ് ഇവിടെ യോജിക്കുക? നിങ്ങൾ തന്നെ പറ, ഏത് സംഖ്യ ആയിരിക്കും? ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യട്ടെ, നിങ്ങൾ പറഞ്ഞോളൂ മക്കളെ. ഇതിന് 3ാമത്തെ അളവ് മനസ്സിലായില്ല സാർ. ഇവിടെ ഒരു ട്രയാങ്കിൾ ആണ്. ഇവിടെ ഞാൻ 3 കൊടുത്തു. 3 കൊടുത്തു കഴിഞ്ഞാൽ 7 3 10 8നേക്കാൾ അധികം, 8 3 11 7നേക്കാൾ അധികം, 8 7 5 3നേക്കാൾ അധികം. ഇത് ട്രയാങ്കിൾ ആവും. അപ്പോൾ ട്രയാങ്കിൾ ആവണമെങ്കിൽ ചെറിയ 2 അളവുകൾ കൂട്ടിയാൽ 3ാമത്തെ അളവിനേക്കാൾ കൂടുതൽ കിട്ടുക, എങ്കിൽ മാത്രമേ ട്രയാങ്കിൾ ആവൂ. അപ്പൊ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ട്രയാങ്കിളിന്റെ അളവുകളാകാൻ സാധ്യത എഴുതിയത്. ചിലപ്പോൾ സാധ്യത ഇല്ലാത്തതും ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നിങ്ങളുടെ റഫ് നോട്ടില്, അതായത് റഫ് പേജില് ഇത് വരച്ചിട്ട് ഈ തന്ന അളവുകളാണ് ചേർത്ത് വെച്ച് വെക്കുക. 2 കൂടി കൂട്ടിയിട്ട് 3ാമത്തിനേക്കാൾ അധികം കിട്ടുന്നെങ്കിൽ ദാറ്റ്സ് എ ട്രയാങ്കിൾ. ഇനി നിങ്ങൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 2 അളവുകൾ തന്നിട്ട് ആ 2 അളവുകളുടെ സ്ക്വയറിന്റെ തുക 3ാമത്തെ സ്ക്വയർ തുല്യമാവണം. ഇവിടെ 4ന്റെ സ്ക്വയർ 16, 3ന്റെ സ്ക്വയർ 9, 16 9 കൂട്ടി 5ന്റെ സ്ക്വയർ തുല്യമാണ്. അപ്പോൾ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവും. ഇനി പെരിമീറ്റർ തന്നുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ ആ പെരിമീറ്റർ ആയ 30 40 എത്രയെങ്കിലും ആട്ടെ, ആ പെരിമീറ്ററിന്റെ പകുതിയേക്കാൾ കുറവുള്ള സംഖ്യയായിരിക്കും എപ്പോഴും എന്തായിട്ട് വരിക, ഒരു വശമായിട്ട് വരിക. അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെക്കൊണ്ട് വരച്ചു. ഇതിന്റെ നീളം ഞാൻ 8 കൊടുക്കുകയാണ്. നീളം എന്ന് പറഞ്ഞാൽ ബേസ് ആണ്, ബേസ് 8. ആൾട്ടിറ്റ്യൂഡ് ലംബം ഞാൻ 6 കൊടുത്തു. നിങ്ങളോട് ഈ വശം ചോദിച്ചാൽ നിങ്ങൾ ഉടനെ മറുപടി അറിയുന്നത് എനിക്കറിയാം. എന്തായാലും ഞാൻ നോൺ ചെയ്ത് നോക്കട്ടെ. എത്രയായിരിക്കും മക്കളെ ഈ നീളം? ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ഒരു ലംബം ഞാൻ വരയ്ക്കുന്നു. അപ്പൊ ഇവിടെ കിട്ടുന്ന ഈ ആംഗിൾ ഒക്കെ 90 ഡിഗ്രിയാണ് ഞാൻ അവകാശപ്പെടുന്നത്. നിങ്ങളോട് എന്റെ ചോദ്യം ഇതാണ്, ഇവിടെ ഈ കാണുന്ന ഈ ചെറിയ ഈ വരയുടെ ഈ പെർപെൻഡിക്കുലറിന്റെ നീളം എത്ര എന്നാണ് ചോദിക്കുന്നതെങ്കിലോ മക്കളെ മൈക്കോണാണ് പറഞ്ഞത്. സാർ മനസ്സിലായില്ല. ചോദ്യം മനസ്സിലായില്ല എന്ന് പറയുന്നു. ശരി, ചോദ്യം മനസ്സിലാക്കി തരാം. ഈ ബേസ് 8 ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് 6. നിങ്ങളോട് കർണവശത്തിന്റെ അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസിന്റെ വശം പറഞ്ഞപ്പോൾ നിങ്ങൾ ഉടനെ എന്നോട് പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടു. 8ന്റെ സ്ക്വയർ കണ്ടു നിങ്ങൾ 64, നിങ്ങൾ 6ന്റെ സ്ക്വയറും കണ്ടു 36. ഇത് 2 കൂടി കൂട്ടിയിട്ട് കിട്ടുന്ന 100ന്റെ സ്ക്വയർ റൂട്ടായ 10 മക്കൾ എഴുതിയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് നിങ്ങളോട് ചോദിക്കുന്നില്ല. പകരം നിങ്ങളോട് ചോദിക്കുന്നത്, ഇവിടുന്ന് ഈ ശീർഷത്തിൽ നിന്ന് ഞാൻ നേരെ ഒരു കുത്തനെ ഒരു വര വരയ്ക്കുന്നു, ലംബം വരയ്ക്കുന്നു. ആ ലംബം വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം 90 ഡിഗ്രി ആയിരിക്കുന്നു നിങ്ങൾക്കറിയാം. ഈ നീളം എത്രയാണെന്നാണ് എന്റെ ചോദ്യം. ഇതൊരു പരീക്ഷയ്ക്ക് വന്നതാണ്. അത് പോയോ? കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഫെർമിൻ ജോസ്, കുട്ടികൾ എത്രയൊക്കെയാണ് ഫെർമിൻ ജോസ് ടൈപ്പ് ചെയ്യുന്നത്? ട്രയാങ്കിളിന്റെ ഏരിയ 24 ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ 24 ആണ്. ഒരു മിനിറ്റ്, ആർക്കൊരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണേ. ട്രയാങ്കിളിന്റെ ഏരിയ 24 ആണ്. അങ്ങനെ 24 ഏരിയ കിട്ടിയത് ഹാഫ് ബി എച്ച് ചെയ്തു. ഓഹോ, അതായത് ഈ 8ഉം ഈ 6ഉം തമ്മില്
മോൻ ഹാഫ് ബി എച്ച് എടുത്തിട്ട് അങ്ങ് ചെയ്തു. ഹാഫ് ബി എച്ച് ചെയ്തപ്പോ 48ന്റെ പകുതി മോന് കിട്ടി അല്ലയോ? ആ അപ്പൊ 24 കിട്ടി. അപ്പൊ ഈ 24 ഏരിയ കിട്ടിയ എന്ത് സംഭവിച്ചു മകനെ? ഈ ട്രയാങ്കിള് ഞാൻ തിരിച്ചു വെച്ചു. ഓഹോ, അതങ്ങ് മറച്ചിട്ടു അല്ലേ? ആ, എന്നിട്ട് അപ്പൊ ബേസ് 10 കിട്ടി. മറിച്ചിട്ടപ്പോ ബേസ് 10. ഓ, ബേസ് 10ആയി. ശരിയാ, ബേസ് 10ആയി. ഓക്കെ, ശരിയാ. അപ്പൊ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു എക്സ് ചെയ്തു. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു എക്സ്. നമുക്ക് എക്സ് എത്രയാന്ന് കണ്ടുപിടിക്കണം അല്ലേ? ആ ശരി. ആ, ഈസ് ഈക്വൽ ടു 5x കിട്ടി. 5x കിട്ടി. 5x ഈസ് ഈക്വൽ ടു 24. 24. വെരി ഗുഡ്. ആ, എക്സ് ഈസ് ഈക്വൽ ടു 24/5. 24/5 ബൈ 24/5 എത്രയാണ്? 4.8. 4.8. വെരി ഗുഡ്. ഞാനേ മോനൊരു കണ്ടുപിടിക്കുന്ന ഐഡിയ പറഞ്ഞുതരാം. മോൻ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഒന്ന് വിളിക്കണേ. ആ യെസ്, ഈ ക്ലാസ് കഴിഞ്ഞാൽ ഒന്ന് വിളിക്കണം. എന്റെ നമ്പർ അറിയാലോ? ഇല്ല. ഇല്ലേ? നമ്പർ എഴുതിയെടുത്തോളൂ. 861717. ഇതിൽ വിളിച്ചാൽ മതി കേട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നല്ല മറുപടി ആയിട്ടുണ്ട്. ഞാന് ഇതിന് വേറെ ഒരു എളുപ്പത്തിലുള്ള വഴിയാണ് ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പൊ പറഞ്ഞത് ശരിയാണ്. ഈ RPH വെച്ചിട്ട് 24 നമ്മൾ കണ്ടെത്തിയിട്ട് ഈ ട്രയാങ്കിളെ തിരിച്ചെടുത്താൽ മതി. തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബേസ് കിട്ടും. പിന്നെ കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണെങ്കിൽ ഇതാണല്ലോ എക്സ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ 24 എഴുതിയതിനു ശേഷം 5x 24 4.8 കിട്ടി. ശരിയാണ് ആ കുട്ടി പറഞ്ഞത്. ഇനി വേറെ എളുപ്പമാകാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. ഒരു ചോദ്യം തയ്യാറാക്കുമ്പോൾ ആ ചോദ്യത്തിൽ 3 തരം കുട്ടികളെ ചോദ്യകർത്താവ് കാണുന്നുണ്ട്. ഒന്ന് ഗിഫ്റ്റഡ് കുട്ടി. ഗിഫ്റ്റഡ് കുട്ടി പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ടൊരു ചോദ്യത്തിന് ഉത്തരം പറയും. ഒന്ന് ആലോചിച്ചിട്ട് ഇതേ രീതി ചെയ്യുന്നൊരു കുട്ടി. അത് മോശമില്ലാത്തൊരു കുട്ടിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബിലോ ആവറേജ് കുട്ടിയും കാണും. എന്തായാലും ഗിഫ്റ്റഡ് കുട്ടികൾക്ക് വേണ്ട ഒരു ചോദ്യം ഇതാണ്. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഈ 6ഉം 8ഉം തമ്മിൽ ഗുണിക്കും. കേട്ടോ മോനെ, ശ്രദ്ധിച്ചോളെ. 6നെ 8 കൊണ്ട് ഗുണിക്കും. അതേ സമയത്ത് 6നെ 8 കൊണ്ട് ഗുണിച്ചാൽ 48 കിട്ടുക എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഈ 10 നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ 48 10 കൊണ്ട് കഴിച്ചാൽ മതി. 48/10 എന്ന് പറഞ്ഞാൽ 4.8 അപ്പൊ ഇതിനേക്കാളും കുറച്ചുകൂടി എളുപ്പത്തിലേക്ക് ഇതിലേക്ക് പോകാം. ഇതാണ് കറക്റ്റ് വഴി. പക്ഷെ ഇതൊരു എളുപ്പമാർഗവുമാണ്. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ഉറക്കെ പറയാം. നൂറ്റി 181 കുട്ടികൾ ഇപ്പോഴും ഇതിലുണ്ട്. 181 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതാ അടുത്ത ചോദ്യം പിടിച്ചോളൂ. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ. അടുത്ത ചോദ്യം എന്താണ്? ചോദ്യം ശരി. ഒരു ചോദ്യം തന്നുകൊണ്ട് നമുക്ക് 9:30 മണിയായി. അപ്പോ എല്ലാ കുട്ടികൾക്കും ഇപ്പോഴും 183 കുട്ടികൾ ഇതിരിപ്പുണ്ട്. എല്ലാ കുട്ടികൾക്കും വേണ്ടി അടുത്ത ചോദ്യം വരുന്നു. ഈ ചോദ്യത്തോടുകൂടി നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക. What is the sum of all odd numbers between 100 and 200? ചോദ്യം ടൈപ്പ് ചെയ്തത് കാതറിൻ മോളെ പോയോ? ഇല്ല സർ. കാതറിൻ പോയിട്ടില്ല. കാതറിൻ ഇവിടെ ടൈപ്പ് ചെയ്തും പറഞ്ഞൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. വാട്ട് ഈസ് സം ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 200? 100നും 200നും ഇടയിലുള്ള എല്ലാ ഒറ്റ സംഖ്യകളുടെയും തുക എത്രയാണ്? What is the sum of all odd numbers between 100 and 200? ഒരാൾ 40,000 ടൈപ്പ് ചെയ്ത് കാതറിൻ. കാതറിൻ ഇതിന്റെ ആൻസർ കിട്ടിയോ? ഇല്ല സർ, ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ. മറ്റുള്ള കുട്ടികളോട് ചോദിച്ചു നോക്കട്ടെ. നേരത്തെ കൊടന്നൂർ UP-യിലെ ആ കുട്ടിയോട് ചോദിക്കട്ടെ. തൃശ്ശൂർ ജില്ലയിലെ മോനെ, ഇതിന്റെ ആൻസർ കിട്ടിയോ? ഇല്ല സാർ, ചെയ്തോണ്ടിരിക്കുക. ഞാനും ചെയ്തോണ്ടിരിക്കുന്നതാണ്. അപ്പോ ആരാണ് സഹാബിൻ? പറയൂ.
24 ആണോ? ഓ അല്ലല്ലോ. ഒരു ജോസേ ശരിയായ ആൻസർ വന്നില്ലല്ലോ, അല്ലയോ? യെസ് സാർ. വന്നിട്ടുണ്ടോ ഏതെങ്കിലും? വന്നോ? നമുക്ക് വിളിക്കാം. വത്സൻ എന്ന ഐഡിയിലുള്ള കുട്ടി ആരാണെന്ന് പറയൂ. വത്സൻ, മാവുങ്കൽ, മോഹനൻ. അതാരാണ്? വത്സൻ, മാവുങ്കൽ, മോഹനൻ ആരാണ് ഐഡി? വത്സൻ ആരാണ്? വത്സൻ, മാവുങ്കൽ, മോഹൻ എന്ന കുട്ടി. അഭിനവ്. അഭിനവ് ഏത് സ്കൂളാ? CNN BHS. CNN. ഓ, ചേർപ്പില് പ്രസാദ് സാറിന്റെ സ്കൂളിലെ കുട്ടി അല്ലയോ? അതെ. അഭിനവേ എത്രയാണ് ആൻസർ? 7500. 7500 കറക്റ്റ് ആൻസർ ആണ്. എങ്ങനെ കിട്ടിയെന്ന് പറയാമോ മകനെ? 1 മുതൽ 100 വരെയുള്ള ഓഡ് നമ്പറിന്റെ സമ്മ കണ്ടുപിടിച്ചിട്ട് ശരി. 1 മുതൽ 200 വരെയുള്ള ഓഡ് സംഖ്യകളുടെ സമ്മ കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും മൈനസ് ചെയ്യും. ഓഹോ. ഈ 100നും 200നും ഇടയിലുള്ള ഫെർമിൻ ജോസ് ഒന്ന് പ്രതികരിക്കണം. 100നും 200നും ഇടയിലുള്ള ആദ്യത്തെ ഓഡ് നമ്പർ ഏതാണ്? 101. 100നും 200നും ഇടയിലുള്ള അവസാനത്തെ ഓഡ് നമ്പർ ഏതാണ് മകനെ? 199. 199. നമുക്ക് ഇവർ രണ്ടാളും മതി. നമുക്ക് ഈ ആൻസർ ചെയ്യാൻ ഇവർ രണ്ടാളും ധാരാളമാണ്. ആദ്യത്തെ ഓഡ് നമ്പറായ 101 അവസാനത്തെ ഓഡ് നമ്പറായ 199 അങ്ങോട്ട് കൂട്ടുക. ഇത് കൂട്ടിയാൽ എത്ര കിട്ടും മകനെ? 300 കിട്ടും. ഇനി ഫെർമിൻ ജോസ് എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. 100 മുതൽ 200 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 100 ഓഡ് നമ്പേഴ്സ് ഉണ്ടാവുമോ? 98 ആണോ? അല്ല, 100 മുതൽ 200 വരെ മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 100 പറയാൻ അംഗീകരിക്കും. പക്ഷെ അതിൽ ഓഡ് നമ്പേഴ്സ് എത്ര ഉണ്ട്? 50. അത് വരട്ടെ. അപ്പോൾ നമുക്ക് 50 ഓഡ് നമ്പർ ഉണ്ട് അവിടെ. ആ 50നെ പകുതിയാക്കുക മകനെ. എന്നിട്ട് ഈ 300 കൊണ്ട് ഒരൊറ്റ ഗുണനം. 50യുടെ പകുതി എത്രയാ മോനെ? 25. 25നെ 300 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 7500. 7500 ആണ് നമ്മുടെ ആൻസർ. കേതറി, ഇതൊന്ന് വിവരിച്ചു കൊടുക്കാം. ഓക്കെ സർ. ഇവിടെ 100 മുതൽ 200 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സമ്മാണ് ചോദിച്ചത്. അപ്പൊ ഇത് കണ്ടുപിടിക്കുന്ന എളുപ്പത്തിലുള്ള മെത്തേഡ് 100 ഇതിന്റെ അകത്ത് ഏറ്റവും ചെറിയ ഓഡ് നമ്പർ എന്ന് പറയുന്നത് 101 ആണ്. പിന്നെ ഏറ്റവും വലുതെന്ന് പറയുന്നത് 199 ആണ്. അപ്പോ 100നും 200നും ഇടയ്ക്ക് 50 ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി 50/2 ചെയ്തു. അതിന് മുമ്പ് നമ്മൾ ആദ്യം 101ഉം 199ഉം കൂടി ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 300 ആൻസർ കിട്ടി. അതിനുശേഷം 100നും 200 ഇടയ്ക്ക് 50 ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ 50/2 × 300 ചെയ്തു. നമുക്ക് ആൻസർ 7500 എന്ന് കിട്ടി. വെരി ഗുഡ്. ഇനി നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാറായി. ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മക്കൾക്ക് 2 or 3 ഹോംവർക്ക് ഞാൻ തരാം. ആ ഹോംവർക്കിന്റെ ആൻസർ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ് ഗ്രൂപ്പിലൂടെ അയച്ചു തരുമ്പോൾ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ആ കുട്ടികളെ കണ്ടുപിടിച്ചോ. നിങ്ങൾക്കുള്ള ആ ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ ഈ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ ഈ ക്ലാസ് വരും. മക്കൾ ആ സമയത്ത് ഗ്രൂപ്പിലൂടെ കമന്റ് ചെയ്താൽ മതി. ശരി, ചോദ്യം ഇതാ പിടിച്ചോളൂ. ഹോംവർക്ക് ഏതാക്കിയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം ഇംഗ്ലീഷിൽ ഞാനിവിടെ ടൈപ്പ് ചെയ്യാം, മലയാളം ഞാൻ പറയുകയും ചെയ്യാം. ശ്രദ്ധിച്ചോളൂ.
ഇത് സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 1, 2, 7, 6 പിന്നെ ഞാൻ അതിൽ എക്സും കൊടുക്കുകയാണ്. അത് 12,760 എത്രയോ ആണ്. ഈ എക്സിന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിജിറ്റ് കൊടുത്താൽ അതൊരു 5 ഡിജിറ്റ് നമ്പർ ആവും. ഇപ്പൊ ഇതൊരു 4 ഡിജിറ്റ് നമ്പർ ആണ്. എക്സിന് ഒരു വില കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 5 ഡിജിറ്റ് നമ്പർ ആവും. എക്സിന് 5 ഡിജിറ്റ് നമ്പർ ആകുന്നതോടുകൂടി, ഒരു വില കൊടുത്ത് 5 ഡിജിറ്റ് നമ്പർ ആകുന്നതോടുകൂടി ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് സ്ക്വയർ ആവും. അതൊരു പൂർണ്ണവർഗ സംഖ്യയും ആവും. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൂർണ്ണവർഗ സംഖ്യ എന്നാണ് മലയാളം. 1 പോലെ, 4 പോലെ, 9 പോലെ, 16 പോലെയുള്ള സംഖ്യകൾ. അപ്പൊ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവും. നിങ്ങൾ എക്സിന് ഏത് വിലയാണ് കൊടുക്കുക? സാധാരണ നിങ്ങൾക്ക് തരുന്ന ഓപ്ഷൻസ് ഇപ്പൊ ആരും ടൈപ്പ് ചെയ്യണ്ട, ഇത് ഹോംവർക്കാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വീട്ടിൽ നിന്ന് ചെയ്താടെ വെച്ചാൽ മതി. നിങ്ങൾക്ക് 10 ഓപ്ഷനാണ് തരുന്നത്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ആരെങ്കിലും ജീവിതത്തിൽ നിങ്ങൾക്ക് 10 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടോ? ഇതാ ഞാനിതാ തരും. 10 ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് ഇതിനെ പിടിക്കുക? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയറാണ്. എക്സിന് നിങ്ങൾ ഏത് വില കൊടുക്കും എന്നാണ് എന്റെ ചോദ്യം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമതൊരു ചോദ്യം കൂടി നമുക്ക് കൊടുക്കാം. എന്താണ് രണ്ടാമത്തെ ചോദ്യം എന്ന് നോക്കാം. രണ്ടാമത്തെ ചോദ്യം പിടിച്ചോളൂ. അത് സാധാരണ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മക്കളെ, ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യം, what is the change in the area if the length of a square is increased by 10% and width is reduced by 10%? ഏതറിന് ആ ചോദ്യം ഒന്ന് വായിച്ചേ മോളെ. What is the change in the area if the length of a square is increased by 10% and width is decreased by 10%? Reduced 10%. ഇതിന്റെ മലയാളം ഇതാണ്. ആ മലയാളം കുട്ടികൾ ചെയ്ത് മനസ്സിലായിക്കോളൂ. ഒരു സമചതുരത്തിന്റെ നീളവും വീതി എന്നൊക്കെ അവർ പറഞ്ഞിരിക്കുന്നെങ്കിലും വശങ്ങൾ 20% നീളം കൂട്ടുകയും, 20 അല്ലല്ലോ 10 അല്ലേ അവിടെ പറഞ്ഞതില്ലേ? 10. 10% നീളം കൂട്ടുകയും 10% നീളം വീതി കുറയ്ക്കുകയും ചെയ്തപ്പോൾ ഇതിന്റെ ഏരിയയിൽ ഉണ്ടാവുന്ന വ്യതിയാനം എന്താണ്? മാറ്റം എന്താണ്? ഒന്നുകൂടി പറയാ, ഒരു സ്ക്വയറിന്റെ നീളം 10% കൂട്ടുകയും വീതി 10% കുറയ്ക്കുകയും ചെയ്തു എങ്കിൽ അതിന്റെ പരപ്പളവിൽ, ഏരിയക്ക് നമ്മൾ പറയുന്ന പേരാണല്ലോ പരപ്പളവിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നാണ് ചോദ്യം. അതിനുള്ള ആൻസർ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ ഓപ്ഷനുകൾ തരാം മക്കളെ. ഓപ്ഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 10% ഇൻക്രീസ് ചെയ്യുമോ 1% ഡിക്രീസ് ചെയ്യുമോ, അല്ലെങ്കിൽ നോ ചേഞ്ച്, ഒരു മാറ്റവും ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ 4% ഡിക്രീസ് ചെയ്യുമോ? ഇതാണ് ചോദ്യം. ഈ 2 ചോദ്യങ്ങൾക്കാണ് മക്കൾ മറുപടി പറയുന്നത്.